Hi friends, today പാഠമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൈ കോളേജ് പ്രൊഫസർ ഒക്സിസൺ വിത്ത് CEO. ഓക്കെ, നമ്മൾ സ്റ്റോറിക്ക് പോവാം. നമ്മളെ 3 കഥാനായകന്മാർ ഹീറോ അല്ല CEO ആണ്. ഓക്കെ, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ജോബാണ് പ്രൊഫസർ. അവർക്ക് 3 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഹീറോയി പറഞ്ഞ കോളേജ് ഗേളാണ്. നമുക്ക് സ്റ്റോറിക്ക് പോവാം. എന്തൊരു കഷ്ടോ എന്ന് പറഞ്ഞ ഹീറോ ടെൻഷനൊക്കെ. കീർത്തി റെഡിയോ? ഓ റെഡി മോം എന്ന് പറഞ്ഞ കീർത്തി റെഡിയാണ്. 3 പേര് പറഞ്ഞ ഒരു ഫേമസ് CEO ആണ്. അവർക്ക് കുറച്ച് ട്രിപ്പ് വേണം പറഞ്ഞിട്ട് അവർക്ക് കോളേജ് പറഞ്ഞ ഇന്ത്യയിലെ കോളേജ് ഉണ്ട്. അവർ കൊറിയയിലാണ്. അവർ 3 പേർ CEO ആണ്. അങ്ങനെയായിട്ട് 3 പേര് ഇന്ത്യക്ക് വന്ന് കുറച്ച് ഇരിക്കുക എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ കോളേജിൽ വന്നായിരുന്നു. അതുമാത്രമല്ല കോളേജ് നന്നായിട്ടുണ്ടല്ലോ കോളേജ് പറഞ്ഞ് ഹീറോയിൻ കോളേജകത്ത് പോയത്. ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് ഹീറോയിൻ്റെ കൂടെ ഉണ്ടായി. കീർത്തി കീർത്തി റെഡിയോ? റെഡി വച്ച് എന്ന് പറഞ്ഞ് ഒരു 3 പേര് കോളേജകത്ത് പോയിരുന്നു. കുറച്ച് റാഗിങ് ഉണ്ടായിരുന്നു. ഹീറോയിനെ കുറിച്ച് റാഗിങ് ചെയ്യാൻ തുടങ്ങിയാണ്. ഹീറോയ്ക്ക് അവിടെ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനെ വെച്ച് എന്ത് ചെയ്യാന്ന് പറയുന്നു. ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. 3 ബൈക്ക് വന്നു. 3 ബൈക്കിൽ 3 പേർ ഇറങ്ങി വന്ന സ്റ്റൈലായിട്ട്. അതിൽ സീനിയേഴ്സ് ഗേൾസ് എല്ലാം ഹീറോയിൻ റാഗിങ് ചെയ്യുന്നവർ വായി പളം നോക്കായിരുന്നു. 3 പേര് ഇത് അവരല്ലേ എന്ന് പറയായിരുന്നു. അങ്ങനെ റാഗിങ് ചെയ്യാൻ 3 പേരെ നോക്കിയിട്ട് മുറക്കായിരുന്നു. അഞ്ചു അതിൻ്റെ പേരിച്ച് എല്ലാം തെറിച്ചോടി. സർ അത് ഞാൻ കേൾക്കായിരുന്നു. എൻ്റെ ക്ലാസ് എന്ന് പറയുന്നു. ഫസ്റ്റ് ഇയർ ആണ്. ക്ലാസ് പറയുന്നു. ശരി പോ എന്ന് ക്ലാസ് കാട്ടി കൊടുത്തായിരുന്നു ഹീറോ. 3 പേർ പറഞ്ഞു ഹീറോയിൻ കോളേജിൽ പോയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ക്ലാസ് ഇരുന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നു അതടി ഇന്ന് ഫസ്റ്റ് ജോയിനാ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നടന്ന കാര്യം പറയുന്നു. അങ്ങനെ അവരുടെ ടൈമിൽ അവർ ബെഞ്ചിൽ പോയിട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ജിൻ വന്നായിരുന്നു. ജിൻ പറയായിരുന്നു, ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് ഇതാണ്, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ജിൻ പറഞ്ഞ ഫാഷൻ ഡിസൈനറാണ്, ടീച്ചറാണ്. ഡ്രസ് ഫാഷൻ ഡിസൈനാണ്. ഹീറോയെ പഠിക്കുന്ന ക്ലാസ് ടീച്ചറാണ്. ജിൻ പഠിപ്പിച്ച് കൊടുക്കാൻ എങ്ങനെയാണ് ഡ്രസ് ഡിസൈൻ എല്ലാം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ. ഹീറോയ്ക്ക് ശേഷയാന്ന് ഹീറോയിനെ വിളിച്ചിട്ട് ഡ്രസ്സ് അളവ് എല്ലാവരും ക്ലാസ്സൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഗേൾസ് വെച്ചിട്ട് ഹീറോയ്ക്ക് ഷയാവാൻ തുടങ്ങിയായിരുന്നു. എന്താ ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജിൻ ക്ലാസ് എടുത്തിട്ട് പോയായിരുന്നു. ജിൻ പറയണം നിങ്ങളെ ക്ലാസ് ടീച്ചറാണ് ജിന്നായിരുന്നു. അങ്ങനെയായിട്ട് നെക്സ്റ്റ് ഷുഗ വരാമായിരുന്നു. ഷുഗ പറഞ്ഞ മാത്സ് ടീച്ചറാണ്. ഓക്കെ, സയൻസ് മാത്സ് ക്ലാസ് പഠിപ്പിക്കുകയായിരുന്നു. കോൾഡായിട്ടുണ്ടായിരുന്നു. ഷുഗർ ക്ലാസ് പഠിപ്പിച്ച് പോയിരുന്നു. ഹാൻസം ആയിട്ടുണ്ടല്ലേ 2 പേർ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറയുന്ന ഹീറോ ക്യൂട്ടായിട്ടുണ്ട് പറഞ്ഞിട്ട് ഹീറോ ഷൈ ആയിരുന്നു. ഇപ്പോൾ ആറമാണ് ക്ലാസ് വരുന്നത്. ആറം പറഞ്ഞ ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇത് ആറാം ക്ലാസ് എടുക്കായിരുന്നു. എല്ലാവർക്കും ഷോക്കായിരുന്നു. ഇതൊന്നും എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ജോലി വിടായിരുന്നു. ഇല്ല ആരെ സെലക്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ ഹീറോയുടെ 2 ഫ്രണ്ട്സ് പറയായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോയെ കണ്ട് കഥായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ജൂൺ ക്ലാസ് എടുക്കായിരുന്നു. അതുമാത്രമല്ല അവർക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കുക. അതുമാത്രമല്ല അവർക്ക് ബിസിനസ് പോകാനുണ്ടായി പറഞ്ഞ് അവരുടെ സ്ഥാനത്ത് വേറെ ആരെ വെച്ചിട്ട് അവർക്ക് ക്ലാസ് എടുക്കായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. അതുമാത്രമല്ല ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ 3 പേരും നല്ല സൈറ്റ് അടിക്കായിരുന്നു. വെച്ചിക്കണ്ടാണ് സൈറ്റ് അടിക്കാൻ 3 പേർക്ക് മനസ്സിലായിരുന്നു ഇവ ശരിയില്ലല്ലോ. നഞ്ചുൻ പറയായിരുന്നു. നഞ്ചുൻ പറയാം ജിന്നു പറയണം അതെടാ നമ്മളെ 3 പേരെ സൈറ്റ് അടിക്കാവോ എന്ന് ഹീറോയിനെ കുറിച്ച് പറയുന്നു. അതെ എന്ന് പറഞ്ഞ് അവർ സ്മൈൽ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഫാഷൻ ഡിസൈനെ കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നത് ക്ലാസ് നന്നായിട്ട് എന്നെ പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് എല്ലാ സ്റ്റുഡൻസ് വന്നായിരുന്നു. അത് പറഞ്ഞ ജിന്നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെയായിട്ട് ജിൻ്റെ ബർത്ത്ഡേക്ക് നിറയെ ആസ്വാദമായിരുന്നു. ജിൻസ്കാലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഫിറ്റ്സ് മുമ്പ് 7 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ അവർ കോൾ ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ജിൻ ബർത്ത്ഡേക്ക് 7 ടോട്ടൽ ഇരുന്ന് സംസാരിക്കായിരുന്നു. ബാക്കി അവരെല്ലാം കട്ട് ചെയ്ത് അവർ പോയായിരുന്നു. ഇപ്പം ആറും ജിൻ ഷുഗ 3 പേരിൽ നിന്ന് സംസാരിക്കായിരുന്നു. അവർ നിന്ന് ഹാപ്പി ആയിട്ട് ജിന്ന് ബർത്ത്ഡേ ജിൻ പറയായിരുന്നു. ഹീറോ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചായിരുന്നു. നമുക്ക് ജെർക്ക് കിട്ടായിരുന്നു. അത് ജ്യൂസ് എല്ലാം ഡ്രിങ്ക്സ് എന്ന് പറയാമോ ഹീറോയെ കുടിച്ചായിരുന്നു. ബോധവതായിരുന്നു. ഹീറോയി വെച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജിന്നിനെ വെച്ച് ടോർച്ചർ. ശരി മാവാ എന്ന് പറഞ്ഞ് ജിന്ന് ഇതായിരുന്നു. അപ്പോൾ ജിന്ന് പറയായിരുന്നു അതാക്കായിരുന്നു. ജിന്ന് ഹീറോയിനെ കൊണ്ടിട്ട് റൂമിലിട്ടായിരുന്നു. ജിൻ പറയുന്നു 3 പേരെ പറഞ്ഞ് സംസാരിക്കായിരുന്നു. അപ്പോൾ ഓരോ സംസാരിക്കാനും
അപ്പോൾ ഒരു ജ്യൂസ്, അതെ, 3 പേരെടുത്ത് ജ്യൂസ് ഒരു മുക്കിളി കുടിക്കായിരുന്നു. ഒരു മുക്കിളി കുടിക്കുമ്പോൾ ഇങ്ങനെയായിട്ട് പോവായിരുന്നു 3 പേർ. അപ്പോൾ ഒരു ഗേൾ സംസാരിക്കായിരുന്നു, ഇവിടെ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഞാൻ കളിക്കായിരുന്നു, അവർക്കൂടെ ക്ലോസ് ആയി പിന്നെ അവരെന്നെ മാരേജ് കഴിക്കാനാവും എന്ന് പറയാണ്. ഇത് കേട്ട് 3 പേർ ജെർക്കായിരുന്നു, പാതി കുടിച്ചായിരുന്നു. അത് അവർക്ക് ഒരുമാതിരി തുടങ്ങിയായിരുന്നു. അവർ തട്ടമാടി മാറിയിട്ട് അറിയാതെ അവർ ഹീറോയുള്ള റൂമിലേക്ക് പോയിരുന്നു. അവർ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ബോധം വന്നത്, അയ്യോ ഇടുപ്പ് പൊളിഞ്ഞ് എന്ന് പറഞ്ഞ് ഹീറോ എണിച്ച് നോക്കും. ഷോക്കായിരുന്നു. എന്ന് പറയുന്നു ഹീറോ, ജെർക്ക് കിട്ടായിരുന്നു എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങി ഇതുകൊണ്ട് ശരിയാണ്. ഇത് തിരിച്ചു, അയ്യോ എനിക്ക് പറ്റില്ല. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് കോൾ ചെയ്തേ, കെട്ടി നീ എവിടെ? മച്ച് ഞാൻ ഇവിടെ തന്നെയുണ്ട്, വാടി എന്ന് പറഞ്ഞു ഹീറോയ്ക്ക് അരിച്ചിട്ട് പറയണേ. ഹീറോയുടെ ഫ്രണ്ട് വന്നായിരുന്നു. അനു പറയായിരുന്നു, എന്തടി മച്ച് നടന്ന അനുവും പ്രയോഗക്കായിരുന്നു. ഹീറോ നടന്ന കാര്യം പറയായിരുന്നു. എന്തടി 3 പേരും കൂടെ അത് മച്ച് എനിക്കൂടെ അറിയില്ല എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയായിരുന്നു. സമാധാനമാക്കിയായിരുന്നു. ശരി ഇന്ന് കോളേജിലേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ട് ഹീറോയിനെ വീട്ടിൽ കൊണ്ടാട്ടാക്കിയ ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു, അങ്ങനെ ഹീറോയിനെ കൊണ്ടുപോയി വീട്ടിലാക്കിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ പറഞ്ഞ അവർ വരാണെങ്കിൽ കുറച്ച് നാളുണ്ട് എന്ന് പറയുന്നു. മച്ചി അമ്മ വരാണെങ്കിൽ 10 ദിവസം ഉണ്ട്, 2 നാളാത്രടി അമ്മ പോയിട്ട് എന്ന് ഹീറോയി പറയുന്നു. ശരി ഇനിയും കുറച്ച് 10 നാളുണ്ട് എന്ന് ഹീറോയി പറയുന്നു. അങ്ങനെ ഹീറോയി പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. അവർ കണ്ടു നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. എന്താണ് ഡ്രസ്സൊന്നുമില്ല. അവർ ഇതൊരു ഷോക്കായിരുന്നു. എന്താ നടന്നത്? ജിന്നുക്കും ആറമ്മക്കും ഷുഗർക്കും കുറച്ച് ഓർമ്മ വന്നു. ഓ എന്തോന്ന് തോന്നിയതാ. ശരി എന്ന് പറഞ്ഞു. അവർക്ക് ഓർമ്മ എത്ര ഒന്നുമില്ല, കുറച്ച് എന്തോ ഓർമ്മയുണ്ട്. ശരി ഓക്കെ, ഒരുപാട് ഡ്രിങ്ക്സ്. ഇനി അവരെ കണ്ടുപിടിച്ച് അവർ ആ ഗേളിനെ പിടിച്ച് മാറ്റായിരുന്നു. അവനക്ക് നല്ല തല്ല് കൊടുത്തായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഇതാകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷൈ ആയിരുന്നു. അത് മാത്രമല്ല അവർ ഇങ്ങനെ ക്ലാസ് എടുക്കായിരുന്നു. അവർക്ക് ബിസിനസ്സും ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. അതുകൊണ്ട് അവർ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ 3 പേർ അവർ കൊറിയക്ക് പോയിരുന്നു. ഇപ്പോൾ അവിടുത്തെ കോളേജ് അവർ റൺ ചെയ്യുന്ന അവർ എന്നിട്ട് 3 ടീച്ചർ വന്നായിരുന്നു. അത് ഹീറോയ്ക്ക് ക്ലാസ് എടുപ്പിക്കായിരുന്നു. ഹീറോയ്ക്ക് ഇത് ഒരു മാതിരിയാണ് തുടങ്ങിയായിരുന്നു. ഹീറോയി പറയണം മച്ചി ഇങ്ങനെയായിട്ട് കുറച്ച് നാൾ ഹീറോയി ഇവിടെ വന്നായിരുന്നു. അത് മാത്രമല്ല ഞാൻ ഓൺലൈനായിരുന്നു ക്ലാസ് എടുക്കുക എന്ന് പറയണേ ഹീറോയി പറയായിരുന്നു. പിന്നെ ഹീറോയിൻ്റെ ഡോക്ടർക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഹീറോയിൻ്റെ ടീച്ചർക്കൊക്കെ ഉണ്ടായിരുന്നു. ഹീറോയി പെണ്ണിട്ട് ഹീറോയ്ക്ക് മാരേജ് അതിന് കാര്യം പറയായിരുന്നു.